ഇപ്പോൾ ചാനലുകളിൽ കണ്ട വാർത്ത, പൂരത്തിൻ്റെ റിപ്പോർട്ട് ADGP അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയെന്നും അത് 1200 പേജുണ്ട്, അതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല, കമ്മീഷണർ കൈകാര്യം ചെയ്തതിൽ പറ്റിയ പാളിച്ച മാത്രമാണ് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഒരു കാര്യം പറഞ്ഞു, അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇപ്പോൾ ഈ പൂരം കലങ്ങിയ സംഭവത്തിൻ്റെ അടുത്ത ദിവസം മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ DGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. DGP അത് ADGPക്ക് കൈമാറി. പക്ഷെ അന്ന് ഞങ്ങൾ പ്രതികരിക്കാതിരുന്നത്, അന്ന് ADGP RSS നേതാക്കളെ കണ്ട വാർത്ത പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് ഏതായാലും റിപ്പോർട്ട് വരട്ടെ, വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പാർട്ടി മുന്നണി തത്വത്തിൽ ധാരണയിലെത്തുകയാണുണ്ടായത്. എന്നാൽ പിന്നീട് അജിത് കുമാറും RSS നേതാക്കളുമായിട്ടുള്ള തുടർച്ചയായ കൂടിക്കാഴ്ച തുടർന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഇനി ഞങ്ങൾക്ക് ആവശ്യം ജുഡീഷ്യൽ എൻക്വയറിയാണ് എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് എന്താണെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് ചില ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത്, കാരണം 1200 പേജ് ഇന്നലെ രാത്രി കൊണ്ട് ആരും വായിച്ചു കാണില്ല, കാരണം മാത്രമല്ല റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുമില്ല. പക്ഷെ നിങ്ങൾക്ക് ലഭ്യമായ വിവരം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചു. അതെന്താണെങ്കിലും അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ല. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കാം. ഏറ്റവും ഒരു പുതിയ സംഭവവികാസം എന്ന് പറയുന്നത്, ഇതിൻ്റെ ബെനിഫിഷ്യറി BJP ആണല്ലോ. BJPയുടെ നേതാക്കളും വിജയിച്ച MPയും അവരും പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്. CPIയുടെ സ്ഥാനാർത്ഥി പറയുന്നു ഏത് അന്വേഷണമാണെങ്കിലും സത്യം പുറത്തു വരണം. അദ്ദേഹം ഇന്ന് പ്രാഥമികമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ റിപ്പോർട്ട് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാൻ സാധ്യമല്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, 3 പ്രധാനപ്പെട്ട കക്ഷികളും ഏതാണ്ട് ഒരേ ആവശ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്ര വാശി? എന്തിനാ? ജുഡീഷ്യൽ എൻക്വയറി വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ, കാരണം ഞങ്ങൾക്ക് പല സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം ആ പൂരം കലങ്ങിയ വിവാദം, ഇന്നിപ്പോൾ സുനിൽകുമാറും പറഞ്ഞിട്ടുണ്ട്, ആ പൂരം കലങ്ങിയ വിവാദമാണ് അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ചിത്രം മാറിയത്. അപ്പം അതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ ഞങ്ങളൊരു ഫീലിംഗ്, അജിത് കുമാർ RSSുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ പൂരത്തിന് 1 വർഷം മുമ്പാണ്. പക്ഷെ അന്നത്തെ ചർച്ച ഒരു പക്ഷേ എങ്ങനെ BJPയെയും ഇടതുപക്ഷത്തിനെയും പരസ്പരം സഹായിക്കാം എന്നുള്ള ചർച്ചയായിരിക്കണം നടത്തി കാണുക. അപ്പം അന്ന് പൂരം കലക്കൽ അജണ്ടയിലില്ല. എന്തായാലും BJPക്ക് ഒരു MP വേണമെന്നുള്ള കാര്യത്തിൽ അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അത് പ്രകാശ് ജാവേദ്കർ EP ജയരാജനോടും പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇത് ഈ 1 വർഷം കഴിഞ്ഞ് പൂരത്തിൻ്റെ സമയം എത്തിയപ്പോഴേക്ക് ഇലക്ഷൻ്റെ ക്ലൈമാക്സാണ്. സത്യത്തിൽ ആ പൂരം ഇല്ലായിരുന്നെങ്കിൽ തൃശ്ശൂർ കേരളത്തിലെ ഇലക്ഷൻ ഒരാഴ്ച മുമ്പ് നടന്നത്. പക്ഷേ പൂരം കാരണമാണ് ഒരാഴ്ചത്തേക്ക് നീട്ടിയത്, കാരണം തമിഴ്നാട്ടിലൊക്കെ ആദ്യഘട്ടത്തിലായിരുന്നു. അപ്പോൾ ഈ പൂരത്തിൻ്റെ സമയത്ത് അത് കലക്കിയാൽ അതിൻ്റെ പ്രയോജനം തൃശ്ശൂർ കിട്ടും. കാരണം തിരുവനന്തപുരത്ത് ആ സമയത്ത് പൂരമൊന്നുമില്ല, ആറ്റുകാൽ പൊങ്കാലയൊക്കെ അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ പൊങ്കാല കലക്കിയേനെ. ഏതായാലും പൂരം കലക്കിയത് അന്നത്തെ ചർച്ചയുടെ ഭാഗമാണ്. BJPക്ക് എങ്ങനെ ഒരാളെ ജയിപ്പിക്കുക എന്നുള്ള ചർച്ചയുടെ തുടക്കമായിരുന്നു അന്ന് നടന്നതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ സംശയങ്ങൾ ദൂരീകരിക്കണമെങ്കിൽ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം ആയിക്കൂടാ? അപ്പോൾ 3 സ്ഥാനാർത്ഥികൾക്ക് ഒരേ അഭിപ്രായം, ജയിച്ച MPക്ക് അഭിപ്രായം ഒന്നാണ്, പരാജയപ്പെട്ട ഞങ്ങൾ 2 പേർക്കുള്ള അഭിപ്രായം ഒന്നാണ്. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ജുഡീഷ്യൽ അന്വേഷണത്തിനോടൊരു അകൽച്ച? എന്തിനാണ്? ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് CPMന് കിട്ടിയെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കരുവണ്ണൂർ ബാങ്കിൻ്റെ. ഇപ്പോൾ അതിനെക്കുറിച്ച് അനക്കവുമില്ല, SNC ലെവലിനെ കുറിച്ച് കേൾക്കാനില്ല, മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിനെ കുറിച്ച് കേൾക്കുന്നില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടത് 2022 നടന്ന കരുവണ്ണൂർ ബാങ്കിൻ്റെ അന്വേഷണമല്ല ഇപ്പോൾ നടക്കുന്നത്. 2013 UDF തൃശ്ശൂർ ജില്ലാ ബാങ്ക് ഭരിച്ച കാലത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ED അന്വേഷിക്കുന്നത്. ലേറ്റസ്റ്റ് ഞാൻ കേട്ടത് അതിൻ്റെ അറസ്റ്റൊക്കെ ഉടനെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഞങ്ങളൊന്നിനെയും ഭയപ്പെടുന്നില്ല. പക്ഷേ
2022 അന്വേഷണം എന്തായി? അതിലാരൊക്കെയാണ് കുറ്റക്കാർ? കുറേ ആൾക്കാരെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു. MK കണ്ണനെയും തൃശ്ശൂരെ CPM ജില്ലാ സെക്രട്ടറി വർഗീസിനെയും AC മൊയ്തീൻ MLA ഒക്കെ വിളിച്ചു. അതെന്തായി? ഈ 2013 ആരാ പരാതി കൊടുത്തത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈ പരാതി അന്വേഷിക്കാനും അതിൻ്റെ എന്ത് നടപടി സ്വീകരിക്കാനും ഞങ്ങളോട്ട് എതിരുമല്ല. കാരണം അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ 22ൻ്റെ കാര്യം തീരുമാനിക്കാതെ എന്തിനാണ് പെട്ടെന്ന് 13ലേക്ക് പോയത്? അതൊരു MP കിട്ടിയതിൻ്റെ നന്ദിയാണ്. അപ്പോൾ ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ഞങ്ങൾ പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം കൊണ്ടേ തീരൂ, അല്ലെങ്കിൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോവാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലായി MR രാജകുമാർ പറയുന്നത് ഈ പൂരം പ്രശ്നത്തിൽ ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല, കമ്മീഷണറുടെ ഭാഗത്തുണ്ടായ ഏകോപന വീഴ്ചയെന്നാണ്. മുമ്പ് ഉയർന്ന ആരോപണം BJP ആർഎസ് നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. സുരേഷ് ഗോപി വന്നത് ആംബുലൻസിലാണ്, അതുകൊണ്ട് ബാഹ്യ ഇടപെടലില്ലാന്ന് MR രാജകുമാർ പറയുമ്പോൾ ഈ BJP ആർഎസ് നേതാക്കൾ ക്ലീൻ ചിറ്റ് നൽകുകയല്ലേ? അല്ല, BJPയുടെ അന്നത്തെ നിലപാട് എന്തായിരുന്നു? പൂരത്തിൻ്റെ ദിവസം ഞാനും സുനിൽകുമാറും കാലത്ത് തൊട്ട് പൂരപ്പറമ്പിലുണ്ട്. ആ സമയത്തൊന്നും കാണാതിരുന്ന BJPയുടെ സ്ഥാനാർത്ഥി ഈ പൂരം കലങ്ങിയ നേരത്താണ് സേവാഭാരതിയുടെ ആംബുലൻസിൽ കയറി വന്നത്. അത് തന്നെ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ആംബുലൻസ് തന്നെ മൃതശരീരങ്ങളൊക്കെ കൊണ്ടുവന്ന ആംബുലൻസ് ഒരു പരിവാരമായിട്ടുള്ള കർമ്മം നടക്കുമ്പോൾ ആ മൈതാനത്തിലേക്ക് കയറ്റാൻ പാടില്ല. എന്തെങ്കിലും പെട്ടെന്ന് അത്യാഹിതം വന്നാൽ കയറ്റാം. ഇത് ഒരു അത്യാഹിതം ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഹിന്ദു മതത്തിനൊക്കെ ഹോൾസെയിൽ എടുത്തവരാണ് RSSകാർ. അവർക്ക് ഒരു MP കിട്ടാൻ വേണ്ടി ഏറ്റവും വലിയൊരു ആചാരം മുടക്കിയിട്ടാണ് ഒരാളെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് ഡൽഹിക്ക്. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയവരും പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്, പരാജയപ്പെട്ട ഞങ്ങളും പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന്. പിന്നെ മുഖ്യമന്ത്രിക്ക് നടത്താൻ എന്തിനത്ര മടിയെന്താ? സത്യം പുറത്തു വരട്ടെ. മാത്രമല്ല MR രാജകുമാർ അന്നവിടെ ഉണ്ടായിരുന്നു. അല്ല, അദ്ദേഹം ഉണ്ട്, അദ്ദേഹത്തിനൊക്കെ സാക്ഷിയാണ്. അദ്ദേഹം തന്നെ ഇതിൽ ഇടപെട്ടു എന്ന് പറയുന്നത് അനുകൂലമാക്കാൻ. പക്ഷെ അങ്ങനെ ആരോപണം ഉയർന്ന ആൾ തന്നെ ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നതിൽ എന്ത് പ്രസക്തി? അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഇത് കോഴിയെ സംരക്ഷിക്കാൻ കുറുക്കനെ ഏൽപ്പിക്കുന്ന പോലെയാണെന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടാണ്. ഈ അജിത് കുമാറിനെ ഏൽപ്പിച്ച അയാളുടെ റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ കലക്കിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എന്ത് സംഭവിച്ചു എന്നാണ്. പിന്നെ അദ്ദേഹം പറയുമോ ഞാനാ കലക്കിയെന്ന് പറയുമോ? അതുകൊണ്ട് മുഖ്യമന്ത്രി ഇനി എന്ത് സർക്കസ്, മാത്രമല്ല ഇപ്പോൾ ഈ RSS നേതാക്കൾ എന്തിനെ കണ്ടു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണമൊന്നുമില്ല കേട്ടോ. അതൊന്നും DGPയെ ചുമതലപ്പെടുത്തിയില്ല അന്വേഷിക്കാൻ. പക്ഷെ ഇപ്പോഴും CPIക്കാർക്ക് നേരം വിളിച്ചായില്ല. വിളിച്ചാവാത്തതല്ല, വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവർ സഹിക്കുകയാണ്. അതാണ് നടക്കുന്നത്. കാരണം മാത്രമല്ല, ഇത് അല്പം കൂടെ നീട്ടിയാൽ ഇപ്പോൾ നവംബറിൽ മിക്കവാറും വയനാട്ടിലും ചേലക്കരയിലും പാലക്കാടൊക്കെ ബൈ ഇലക്ഷൻ വരുന്നതാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ കാണുന്നത്. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇലക്ഷൻ നവംബറിലുണ്ടാവും. അപ്പോഴേക്കും പിന്നെ എല്ലാവരും ശ്രദ്ധ ഇലക്ഷൻ കാര്യത്തിലാവുമല്ലോ. സ്ഥാനാർത്ഥി നിർണ്ണയം, ഇലക്ഷൻ പ്രചാരണം, ഇതങ്ങ് മറക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഇലക്ഷനിലൊക്കെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഈ പൂരം കലക്കി മുഖ്യമന്ത്രിയെ താഴെ ഇറക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. പൂരം കലക്കി മുഖ്യമന്ത്രി, RSSൻ്റെ ഏജൻ്റായിട്ടുള്ള മുഖ്യമന്ത്രി, ഇങ്ങനൊരു മുഖ്യമന്ത്രി കേരളത്തിന് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് UDF ഇനി പ്രചാരണത്തിനുണ്ടാവുക.